എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറേ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫംഗ്ഷനും നമ്മൾ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷനിൽ എങ്ങനെയാണ് അറേ പാസ് ചെയ്യണത്, എങ്ങനെയാണ് റിട്ടേൺ ചെയ്യണത്, അപ്പോൾ അതാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോണത്. ഓക്കെ. അപ്പോൾ ഫംഗ്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ പാസ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ നൊട്ടേഷനിലും, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫംഗ്ഷൻ, അതായത് അറേ എന്ന ആർഗ്യുമെന്റ് മാതിരിയും ഒന്ന് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് ഡയറക്റ്റ്ലി അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അറേ എന്ന് പറയുന്നത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ബൈ റെഫറൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നോർമൽ പ്രോഗ്രാമുമായിട്ട് നോക്കാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. അറേ അപ്പോൾ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ 5 ഇൻഡിജേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ void പ്രിന്റ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. void ഓക്കെ. ഇവിടെ നമ്മൾ ഓക്കെ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 വരെയുള്ളത് പ്രിന്റ് ചെയ്യും അല്ലേ? 5 വരെയുള്ളത് പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് പാസ് ബൈ റെഫറൻസ് ആണ്, പാസ് ബൈ ഇതാണെന്ന് അറിയണമെങ്കിൽ എന്താണ് ഇവിടുന്ന് ഒന്നുകൂടി നമുക്ക് പ്രിന്റ് എഫ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രിന്റ് എഫ് %d നമ്മളിപ്പോൾ ഒരൊറ്റ വേരിയബിൾ മാത്രം പ്രിന്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ. ARR ഓഫ് 2 എന്നാക്കാം. അപ്പം നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ARR ഓഫ് 2 എന്നാണ്. ഓക്കെ. ARR ഓഫ് 2. ഓക്കെ. ഇവിടെ ഇങ്ങനെ പാടില്ല. ഓക്കെ. ഇവിടെ പ്രിന്റ് ചെയ്യല്ല ചെയ്യണത്. ഓക്കെ. അത് പാസ് ബൈ റെഫറൻസ് ആണ്. ഓക്കെ. പാസ് ബൈ നോക്കി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ പ്രിന്റ് ചെയ്യണം. അപ്പോൾ 5 വാല്യൂസ് ഇപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 5 വാല്യൂസ് പ്രിന്റ് ചെയ്തു. ഇനി വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ സൈസ് എന്ന് നമ്മൾ പാസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് ഈ സൈസ് എന്ന് പറഞ്ഞാൽ ഈ അറേയുടെ സൈസാണ്. ഈ അറേയുടെ സൈസാണ് നമ്മൾ എപ്പോഴും പാസ് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറേയുടെ സൈസ് എത്ര എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അറേ എഴുതി കഴിഞ്ഞാൽ അറേയുടെ സൈസ് ആയിരിക്കും രണ്ടാമത്തെ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഏത് ആർഗ്യുമെന്റ് ആയാലും അറേയുടെ സൈസ് കൂടി നമ്മൾ ഒപ്പം പാസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അറേയുടെ സൈസും വെച്ചിട്ട് നമുക്ക് ഇവിടെ പാസ് ചെയ്യാൻ പറ്റും. അറേയുടെ സൈസ് വെച്ചിട്ട് പാസ് ചെയ്താലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ AR ഓഫ് 5 എന്ന് എഴുതിയാൽ നമ്മളെങ്ങനെ ഇവിടെ 5 ആണെന്നുള്ളത് മനസ്സിലാക്കുക, അത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AR ഓഫ് 5 എന്ന് എഴുതിയാൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് പാസ് ചെയ്യുന്നത് പറഞ്ഞാൽ അറേയുടെ സൈസ് ആയിരിക്കും. ഓക്കെ. ഇനി ഇതിന്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പോയിന്റർ നൊട്ടേഷനിൽ പാസ് ചെയ്യുന്നുണ്ട്. പോയിന്റർ നൊട്ടേഷനിലാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാറിന് പകരം നമ്മൾ ഇൻറ്റ് ARR എന്ന് കൊടുക്കുക. ഓക്കെ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും സാധനം വർക്കാവും. അപ്പോൾ ഇതാണ് 3 മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വരുന്ന ഈ പോയിന്റർ നൊട്ടേഷനും ഫസ്റ്റ് മെത്തേഡും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ അറേ എന്ന് പറയുന്നത് നമ്മൾ പാസ് ബൈ റെഫറൻസ് ആണ്, പാസ് ബൈ വാല്യൂ ആണെന്നുള്ളത് അറിയണമെങ്കിൽ ഇപ്പോൾ പാസ് ബൈ റെഫറൻസ് ആണ് അറേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിഫ്ലക്ട് ചെയ്യാൻ നോക്കിയാൽ എന്തെയില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതാ ഇവിടെ ARR ഓഫ് 2 ഈക്വൽ ടു ഓക്കെ. ഇനി ഇവിടെ പ്രിന്റ് ചെയ്യാണ്. ഇത് പ്രിന്റ് ചെയ്ത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് എഫ് %d കണ്ട. അപ്പോൾ അറേ എന്ന് പറയുന്നത് പാസ് ബൈ റെഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം റിഫ്ലക്ട് ചെയ്താൽ ഫംഗ്ഷനിൽ റിഫ്ലക്ട് ചെയ്താൽ ചേഞ്ചസ് ചെയ്താലും അതെല്ലാം മെയിൻ ഫംഗ്ഷനിലും റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ അറേ എന്ന് പറയുന്നത് പാസ് ബൈ റെഫറൻസ് ആണ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള സെക്ഷൻ ഓക്കെ.
അപ്പൊ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് അടുത്ത സെക്ഷനിൽ പഠിക്കാം.